ഇപ്പോൾ പല മേഖലകളും എടുത്താൽ തനതറിവിൻ്റെ അഭാവം നേരിടുന്ന ഒരു നാടാണ് നമ്മുടെ. ഇപ്പോൾ വിദേശ സാങ്കേതിക വിദ്യകൾ കടം കൊണ്ടോ വിദേശ ഗവേഷണശാലകളിൽ ഉണ്ടാകുന്ന അറിവുകളെ ആശ്രയിച്ചുമാണ് പലപ്പോഴും നമ്മുടെ പ്രൊഫഷണൽ വിദ്യാഭ്യാസ രംഗമടക്കം മുന്നോട്ട് പോകുന്നത്. പേറ്റന്റ് വ്യവസ്ഥകൾ, ബൗദ്ധിക സ്വത്തവകാശ നിയമങ്ങൾ, ഇതെല്ലാം കർശനമാക്കപ്പെടുന്ന ഈ കാലത്ത് മറ്റിടങ്ങളിൽ ഉണ്ടാകുന്ന അറിവുകളെ മാത്രം ആശ്രയിക്കുന്നത് അത്ര കണ്ട് പ്രാവർത്തികമല്ല. അപ്പോൾ അതുകൊണ്ട് വേണ്ടത് എന്താ? തദ്ദേശീയമായ ഗവേഷണങ്ങൾ, ഉൽപ്പന്നങ്ങൾ, സേവനങ്ങൾ ഇവ നല്ല തോതിൽ വികസിപ്പിക്കാനാവും. അതിനുതകുന്ന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ നമ്മുടെ യുവ പ്രൊഫഷണലുകൾക്ക് കഴിയും. പ്രത്യേകിച്ച് ഈ ഗവേഷണ രംഗത്ത് നല്ല രീതിയിൽ ഇടപെടുന്ന അവസ്ഥ ഉണ്ടാകും. ഇതിന് ആശാവഹമായൊരു കാര്യം, നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഇത്തരം ഇടപെടലുകൾ നല്ല ഫലം കാണുന്നു എന്നുള്ളതാണ്. NIRF റാങ്കിങ്ങിൽ അതാണ് വ്യക്തമാക്കുന്നത്. മെഡിക്കൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ദേശീയ റാങ്കിങ്ങിലും നമ്മുടെ സ്ഥാപനങ്ങൾ നല്ല നിലക്ക് മുന്നേറിയിട്ടുണ്ട്. അതിൻ്റെ ഒന്നും വിശദാംശങ്ങളിലേക്ക് ഇപ്പം ഞാൻ കടക്കുന്നില്ല. അത്തരം നേട്ടങ്ങളെ കൂടുതൽ ഉയർച്ചയിലേക്ക് നയിക്കാൻ നമുക്ക് കഴിയും. അതിനാണ് ഗവേഷണ വ്യാവസായിക രംഗങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന് ഉൾപ്പെടെയുള്ള ഇടപെടലുകൾ നടത്തുന്നു. അതിനുതകുന്ന വിധത്തിൽ ഈ മേഖലകളുടെ ആകെ കാലോചിതമായ നവീകരണത്തിന് നാം പ്രാമുഖ്യം നൽകുകയാണ്. സാങ്കേതിക വിദ്യക്ക് ഇടപെടാൻ കഴിയുന്ന നിരവധി മേഖലകളുണ്ട്. ഇപ്പോൾ കാർഷിക പുനഃസംഘടനയായാലും വ്യവസായ നവീകരണമായാലും എല്ലാം സാങ്കേതിക വിദ്യാ വികാസത്തിലൂടെ സാധ്യമാക്കാവുന്നതാണ്. മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ചാണ് സാങ്കേതിക വിദ്യ രൂപപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അവയെ പ്രയോജനപ്പെടുത്തുന്ന വിധത്തിൽ നമ്മുടെ നാടിൻ്റെ ആവശ്യങ്ങൾ എന്താണെന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ പ്രൊഫഷണലുകൾക്ക് കഴിയേണ്ടത്. കേരളത്തിൻ്റെ സവിശേഷമായ സാഹചര്യത്തിന് അനുഗുണമായ IT, BT, ഇലക്ട്രിക് മൊബിലിറ്റി ഇത്തരം മേഖലകളിലെല്ലാം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നമുക്ക് കഴിയും.